ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേഷ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ എന്നുള്ളത് മാത്രമല്ല, ഇന്ന് ഞാൻ ആ ചാർട്ട് അടക്കം നിങ്ങൾക്ക് ചാർട്ടല്ല പ്രൈസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടക്കം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും ഡീപ്പ് റെഡിലാണ് കിടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും പയ്യെ 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 ഒന്ന് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ പോലും നിഫ്റ്റി ബാങ്ക് എന്താ പറയുക, സൈഡ് വേസ് ആയിരുന്നു, പ്രോപ്പർ സൈഡ് വേസ് ആയിരുന്നു. ലിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബുള്ളിഷ് മൂഡിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് മുകളിലേക്കുള്ള അത്ര വ്യൂവിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് അത് പറയുമ്പോഴാണ് ഇന്നലത്തെ മറ്റേ കമൻറ്റ് കാര്യവും പറഞ്ഞത്. ഓരോ കമൻറ്റുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് കേട്ടോ. അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ അതിനായിട്ട് ഇരിക്കേണ്ടി വരും. അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ നമ്മളൊരു വ്യൂ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. സോ അതായത് നിങ്ങളെന്ന് ഉദ്ദേശിച്ച് കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾ, നിങ്ങൾ വ്യൂ ഉണ്ടാക്കിയെടുക്കുന്നത് ലെറ്റ്സ് ന്യൂസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മാർക്കറ്റിൽ ഒന്നും രണ്ടല്ല. മാർക്കറ്റിൽ എനിക്ക് എൻ്റെ ശരികൾ മാത്രമാണ് ശരി, നിങ്ങളുടെ ശരി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ശരിനെ ഫോളോ ചെയ്യാം. ഞാനിവിടെ വന്നിരുന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഓക്കെ ആവുന്നതുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, അത് പോട്ടെ എന്നുള്ളത് അവർ മൈൻഡിൽ വെക്കുക. കാരണം എൻ്റെ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ ഞാനാണ് ഇരിക്കുന്നത്, എൻ്റെ കോൺഫിഡൻസ് ആണ്, എൻ്റെ എന്താ പറയുക, സൈക്കോളജിയാണ്. ഞാനും തമ്മിലാണ് മാർക്കറ്റ്, ഞാനും നിങ്ങളും തമ്മിലോ അല്ലെങ്കിൽ നിങ്ങളും വേറൊരാളും തമ്മിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. മാർക്കറ്റ് എപ്പോഴും ഞാനും തമ്മിലാണ്. എൻ്റെ സ്റ്റഡീസും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എൻ്റെ സൈക്കോളജിയും അത് തമ്മിലാണ് മാർക്കറ്റിൽ, ഞാനും തമ്മിലാണ് മാർക്കറ്റിൽ എപ്പോഴും ഈ ഒരു ആക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങളും തമ്മിലാണ്. നിങ്ങളുടെ സ്റ്റഡി എന്താണോ, നിങ്ങളുടെ സ്റ്റഡി മാത്രമാണ് നിങ്ങളുടെ ശരി. എൻ്റെ സ്റ്റഡി എന്താണോ അത് മാത്രമാണ് എൻ്റെ ശരി. ദാറ്റ് ഡസൻറ്റ് മീൻ മുകളിലേക്കുള്ള ട്രേഡ് വന്നാൽ ഞാൻ എടുക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് അത്ര മുകളിലേക്കുള്ള വ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ലെവൽസ് തരാണ്ടിരിക്കാറുള്ളൂ. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലമുള്ളതിൽ എനിക്ക് തോന്നുന്നു 5 ദിവസം കണ്ട് ഞാൻ മുകളിലേക്കുള്ള ലെവൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ മുകളിലേക്കുള്ള ലെവൽ പറയാറുണ്ട്. ഇന്നലെ അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴത്തേക്കുള്ള ട്രേഡിലാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്. ദാറ്റ് ഡസൻറ്റ് മീൻ മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല എന്നാണോ? ഞാൻ ആരാണ്? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പണക്കാരൻ അബ്ദുവിൻ്റെതാണോ മാർക്കറ്റ്? അല്ല, ഇതെൻ്റെ അപ്പയാണ്, പുള്ളിയുടേതല്ല മാർക്കറ്റ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവാം, ഞാനതിന് വില്ലിങ് ആണ്. ബട്ട് ഞാനവിടെ വാച്ച് ചെയ്യുന്ന റേഞ്ച് ഉണ്ട്. ബട്ട് അവിടെ ട്രേഡ് എടുക്കണോ വേണ്ടേ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. അണ്ട് ഒരു പാപ്പ എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഞാൻ ട്രേഡൊന്നും എടുക്കൂല. കാര്യം മനസ്സിലാവുന്നുണ്ടോ? സോ ഇന്ന് നിങ്ങൾക്ക് ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകും, ആ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോകും. ബട്ട് അവിടെ അഗ്രസീവ് ആവാനുള്ള പോയിന്റ് ഇല്ല. ബിക്കോസ് ഇന്നലത്തെ ദിവസം മാർക്കറ്റ് സ്ട്രോങ് റെഡാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് കിടക്കുന്നത് അത്യാവശ്യം നല്ല വേഴ്സ്റ്റ് ആയിട്ടുള്ള സിനാരിയോസിലല്ലേ. ട്രംപ് ചാടിക്കളിക്കുക, കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുക, ഇതല്ലേ കിടക്കുന്നത് അല്ലേ? ഇതിപ്പം എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവാം, അത് നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾ പൊളിറ്റിക്കലി ബയാസ്ഡ് ആവാണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ താരിഫ് കുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറക്കുക. ഇങ്ങനെ താരിഫ് കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ഇക്കോണമിക്ക് എന്താ സംഭവിക്കാൻ പോണേ? താരിഫ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള വാഹനങ്ങളും വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ആസ് എ കൺസ്യൂമർ എനിക്ക് നല്ല കാര്യമാണ്. ബട്ട് വാട്ട് അബൌട്ട് അവർ ഇൻഡസ്ട്രി? നമ്മുടെ ഇൻഡസ്ട്രിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ കോമ്പറ്റീഷൻ ഇപ്പം അത്യാവശ്യം നല്ല വിലയിലാണ് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. സോ ബിക്കോസ് ഓഫ് കോമ്പറ്റീഷൻ അവരും അവരുടെ വില കുറക്കേണ്ടി വരും. അങ്ങനെ കുറക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ കുറവ് വരും, GST കളക്ഷനിൽ കുറവ് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എക്കോണമിക്ക് ബാക്ക് ഫയർ ചെയ്യും. പ്ലസ് അതുപോലെ തന്നെ US സൈഡ് വെട്ടി കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കുറക്കുന്നുള്ളത്. അത് കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഫാർമ സെക്ടറിന് ഡയറക്റ്റ്ലി കിട്ടാൻ പോകുന്ന അടിയാണത്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ അത്ര ഭീകരമായിട്ടുള്ള പോസിറ്റീവ് അപ്രോച്ച് മാർക്കറ്റിൽ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. പോസിറ്റീവ് അപ്രോച്ച് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല അതൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ബജറ്റിൽ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടാക്സ് സെഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് അതൊക്കെ മാർക്കറ്റിൽ അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കുന്ന കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സംഗതികളൊക്കെ ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 5-6 മാസത്തിന് ശേഷം മാത്രം മാർക്കറ്റിൽ റിസൾട്ട് കാണിക്കുന്ന സാധനങ്ങളാണ്. ബട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി സ്ട്രൈറ്റ് അവേ ഇമ്പാക്റ്റ് ചെയ്യുന്ന പോയിന്റുകളാണെന്നുള്ളതാണ്. നിങ്ങളുടെ ന്യൂസുകൾ ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണ്.
ആൻഡ് മാർക്കറ്റിൽ ഒന്നും തന്നെ റോങ് ആയിട്ടുള്ളൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അഗെയിൻ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിൽ ട്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അത്ര ഭയങ്കര അഗ്രസീവായിട്ടുള്ള ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റല്ല. ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല ഒരു ബൈയിങ് പൊസിഷനിൽ എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു ബൈയിനെ കുറിച്ചോ ട്രേഡിനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്ത് ഒരു ഷോർട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാമെന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്തു. ബട്ട് ഞാനവിടെ നിന്ന് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരു എക്സാക്റ്റ് പോയിന്റ് തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വീണിട്ട് നിങ്ങളിൽ കുറച്ച് ആൾക്കാരൊക്കെ അതിനകത്ത് പി എടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ബട്ട് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ആ ഒരു പരിപാടി നല്ലതല്ല എന്നുള്ളതാണ് സംഭവം. സ്ട്രാറ്റജിക്ക് വിൻ റേഷ്യോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നും വളവന്മാരാവുന്നത് നല്ല കാര്യമാവില്ല കേട്ടോ. ആൻഡ് അഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക് പ്രോപ്പറായിട്ടൊരു സൈഡ് വേസ് ടെറിട്ടറിയിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പം നമ്മുടെ എന്താ പറയുക പിന്നെ FII DII ഡാറ്റ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FII എന്നുള്ള മാത്രം നോക്കിയാൽ മതി, DII എന്നുള്ളത് നോക്കട്ടെ. DIയിൽ ഇപ്പോൾ നമ്മളൊക്കെ പെടും. നമ്മളെന്ന് പറഞ്ഞാൽ ആസ് പെർ ക്യാഷ് എന്നുള്ളതല്ല, റീറ്റെയിൽ ഇൻവെസ്റ്ററും പിന്നെ ഒക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. സോ FIIയുടെ പിന്നെ ബൈയിങ് ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ് ടു വോളറ്റാലിറ്റി എന്നുള്ളൊരു ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു സൈഡ് വേസ് ടു വോളറ്റാലിറ്റി എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത്. നിഫ്റ്റി ബാങ്ക് എക്സാക്ട്ലി അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഹയർ ലെവലായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ 22,500 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ആസ് പെർ ക്ലോസിംഗ് മാർക്കറ്റ് എന്തായാലും എന്തുണ്ട് 22,500 എന്നുള്ള ലെവലിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ട്രേഡിനെ കുറിച്ച് ഞാൻ അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യാണ്ടിരുന്നതും. കാരണം പ്രീമിയം ഹൈ ആണെന്നുണ്ടെങ്കിൽ DKയും ഹൈ ആയിട്ട് മാറും. കാരണം നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എന്താണ് എക്സ്പയറിയാണ്. സോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെ മാർക്കറ്റ് ഇൻ എനി ചാൻസ് സൈഡ് വേസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ C ആണ് കയ്യിലുള്ളതെങ്കിലും P ആണുള്ളതെങ്കിലും നല്ല DK വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രീമിയം അവിടെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ DK ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. എന്തൊക്കെ ലെവൽസാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാർട്ടിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്, നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും പറയാനില്ലല്ലോ അല്ലേ. പ്രോപ്പറായിട്ടൊരു സൈഡ് വേസ് റേഞ്ച് തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് അതിനകത്തുനിന്ന് പുറത്തേക്ക് പോകാനൊന്നും മാർക്കറ്റ് ശ്രമിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ഇപ്പം പിന്നെ നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ട്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ബട്ട് എങ്കിൽ പോലും അത് സ്റ്റോപ്പ് ലോസിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ടായിരിക്കും ട്രേഡ് വന്നിട്ടുണ്ടാവും പ്രോപ്പറായിട്ട്. ആൻഡ് അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റിലേക്ക് കാണിച്ചിട്ടുണ്ടാവും. ബട്ട് ഇവിടെ ഈ ഒരു എക്സാക്റ്റ് പോയിന്റ് എത്തുമ്പോൾ ഞാൻ ഒരു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. സൈഡ് വേസ് ടു വോളറ്റാലിറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളത് 10 മണിക്കാണ്. ആൻഡ് 11:05 ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ആരെങ്കിലും ലോങ് ട്രേഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തോ, അതല്ലാന്നുണ്ടെങ്കിൽ ട്രയൽ ചെയ്തോ എന്നുള്ളത്. 11 മണി 11:05 എൻഡ് ചെയ്യുന്ന ക്യാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് ഷാർപ്പായിട്ട് എന്തായിട്ടുണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വീണിട്ടുണ്ട്. ഇതിനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ നോക്കുന്ന കാര്യം. പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള വകുപ്പ് നമുക്ക് ഇതിനകത്തല്ലാന്നുണ്ടെങ്കിലും അപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതും ഇതിന് തന്നെയാണ്, നമ്മളുടെ സ്റ്റഡീനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യത്തിന്. ആൻഡ് അതിനൊരു പിന്നെ വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ ഇനി നാളത്തേക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ നത്തിങ്. ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ്. അതായത് പിന്നെ 22,450 അല്ലെങ്കിൽ 22,455 എന്നുള്ള ഈ ഒരു ലെവലിനായിരിക്കും നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 22,525 എന്നുള്ള ലെവലിനും കൂടി 525 പോരാ 530 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. സോ ഈ രണ്ട് ലെവലിനായിരിക്കും നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവലിനെയും സെക്കൻഡ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടാർഗറ്റിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 22,450 എന്നുള്ള ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 375 അതിനുശേഷം 325 എന്നുള്ള ലെവലിലെയും നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ആൻഡ് നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇന്നുണ്ടാക്കിയ ഈ റേഞ്ചിനെ തന്നെയാണ്. ഈ റേഞ്ചിനെ എൻ്റെ റേഞ്ചായിട്ട് ഞാൻ എടുക്കുകയാണ്. ഈ റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓവർ അഭ്യാസത്തിന് നിൽക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നെ എക്സ്പയറി ഇതിനുള്ളിൽ തീർക്കാനായിട്ട്, എക്സ്പയറി ഇൻ ദ സെൻസ് നിഫ്റ്റിയുടെ എക്സ്പയറി ആവുന്നത് വരെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആവാനും നിഫ്റ്റിയുടെ എക്സ്പയറി ഈ റേഞ്ചിനുള്ളിൽ തീർക്കാനായിട്ട് മാർക്കറ്റ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് മേക്കേഴ്സ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെ പടഞ്ഞ് ചാവാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്.
സോ ഈ ഒരു ലെവലിൽ താഴത്തേക്ക് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 48,000 മുകളിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 48,200 വരെയും താഴത്തേക്ക് 760 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 630 എന്നുള്ള ലെവൽ വരെയുള്ള ടാർഗറ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് അഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസ് മൂവ് ആയിട്ടുള്ളത് എസ്പെഷ്യലി ഇവൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ്. ICICI ബാങ്കിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ്. ICICI ബാങ്ക് നല്ല രീതിയിലൊന്ന് പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ബാക്കിയുള്ളവരാരും അത്ര ഭയങ്കര കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,160 എന്നുള്ള പോയിന്റാണ്. 23,160 ഓൺ ദ അപ്പോ സൈഡ്, 23,260 എന്നുള്ള പോയിന്റ് കൂടിയാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ചെറിയ മൂവ് നമുക്ക് നാളെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ പിന്നെ 11,045 എന്നുള്ള ലെവലാണ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ബേസ് ലെവലായിട്ടുള്ള 11,980 എന്നുള്ള ലെവൽ, 10,980 എന്നുള്ള ലെവലിനെ കൂടിയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ അനാലിസിസും കാരണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.